ബ്രേക്കപ്പ് ആയി ഞാനും അവളൂടെ. എടാ കണ്ണാപ്പിയുടെ സമ്പാദ്യം നീ അടക്കം നിന്റെ കോഴിക്കപ്പലുള്ള 9 അടക്കത്തിന്റെ സാലറി കൂട്ടി വെച്ചാലും പോലും എത്തത്തില്ല. അത് ഒന്നല്ല, ഒരു 10 മടങ്ങെങ്കിലും വരും. അത്രയൊക്കെ ഓർത്തിരിക്കൂടാ കണ്ണ. അത്ര ഉണ്ടായിരുന്നേ ഞാൻ ഇവിടെ ഗെയിം മുമ്പ് ഇരിക്കൂടാ. കരഞ്ഞു പിറക്കി എന്താ കുറ്റം പറഞ്ഞ അങ്ങനെ പിരിയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലത് പറഞ്ഞിട്ട് പിരിയാൻ പറ്റും. അല്ല, നല്ലത് പറഞ്ഞിട്ട് ചേരുന്നവരാണ് സ്ട്രോങ് അല്ലേ മാറ്റണ. 4 മാസത്തിൽ 100 വട്ടം ബ്രേക്കപ്പ് പറഞ്ഞവൾ എങ്ങനെ ചേരാനാണ് കണ്ണ? എന്തായാലും മാറ്റണ്ട, നമ്മള് പോവാന്ന് പറയുന്നത്. മാറ്റണ്ട, എന്നെ ഇട്ടേച്ച് മാറ്റണമെന്ന് സംസാരിക്കും. മാറ്റണ്ട അണ്ണ, അണ്ണൻ പറഞ്ഞാലേ കേക്കത്തുള്ളൂ അണ്ണ. അണ്ണ എന്തോ അണ്ണ ബ്രേക്ക് ഒക്കെ എടുത്ത റിലേഷനൊക്കെ പോവണ്ണ. എന്റെ ചെറുക്കെ ഒരു 2-3 ആഴ്ച കഴിക്കാതെ കിടന്നു. എനിക്കത് ഇടിക്കത്തില്ല, അവ ഇടിക്കത്തില്ല. ഞാൻ എന്റെ വാക്കാ ഇടിക്കത്തില്ല. എന്റെ വാക്കാ വാ. കൂട്ടുകാരനെ കൊന്നിട്ട് അവളോട് കൊഞ്ചി കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഉളുപ്പില്ലാത്ത നിന്നെ പോലെയുള്ള ഒരുത്തിനേക്കാളും ഭേദാടി ഞാൻ. നിർത്തി പോടി, നീ രമ്പനാടി. എന്ത് ചെണ്ണങ്ങള് കൂടിയല്ലോ. നീ ഒരാണാണോ? നീ ഒരു ഷണ്ടനോ? അതെന്ത് പറ്റാത്ത? എന്താണത് പറ്റാത്ത എന്റെ അച്ഛൻ സരക്കിന്റെ സൂട്ടറാ. നീ ഇങ്ങ് വന്നല്ലേ? ഹലോ നീ എവിടെടാ? മാറ്റണ, ഒരു 10 കോടി മറിക്കാൻ പറ്റുമോ? 10 കോടിയാ? ഒരു 5 കോടി വേണമെങ്കിൽ മറിക്കാം. ഒരു 5 കോടി മറിച്ച് എന്റെ അക്കൗണ്ടിലോട്ട് തരുവോ ഈ നമ്പര്? നീ എവിടെ ഇത്? ഞാനിവിടെ ഒരു ബ്രേക്കപ്പ് ആയി ഞാനും അവളൂടെ. അപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് ഇന്ന് ഞങ്ങള് സെറ്റായിട്ട് 4 മാസം ആവുക. അപ്പൊ ഞങ്ങള് നേരെ കോയി കഫേ എന്ന് പറഞ്ഞ കഫ 1 മണിക്കൂറത്തേക്ക് ലേലം വിളിച്ച് ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞുള്ള രീതിയിൽ റെന്റൊക്കെ എടുത്തേക്ക. പൈസ കൊടുക്കാനില്ല. വെരി ഗുഡ്. മണിയനെ അവര് കെട്ടിയിട്ട് ഞാൻ വിളിച്ചിരിക്കുക കക്കൂസില്. കോയി കഫേ 82 ഹലോ എങ്ങനെ 10 CR? 10 CR. ഓക്കെ. ഹലോ അളിയാ, ഉമ്മ. ഓ അണ്ണ മാറ്റണോ? കേറി ഞാൻ വന്ന്. അവൻ ആ ഓണറിനെ വിളിച്ചെന്റെ മുമ്പിൽ കൊണ്ടുവരുത്തേ. എന്നിട്ട് നീ അവന്റെ അടുത്ത് പറയണം, വടക്കം വീട്ടിലെ ടിവിയിലെ കണ്ണാപ്പി എടുത്ത് മത്സരിക്കാൻ നിന്നെ പോലെ 9 എണ്ണത്തിന്റെ സമ്പാദ്യം കൂട്ടി വെച്ചാൽ പോലും തീരത്തില്ലെന്ന് മനസ്സിലായി. ആ ഡയലോഗെ ഒന്ന് പറഞ്ഞേ. എന്താ ഞാൻ കേട്ടില്ല. പുള്ളിയോട് കണ്ണാപ്പിയുടെ സമ്പാദ്യം നീ അടക്കം നിന്റെ കോഴിക്കപ്പലുള്ള 9 അടക്കത്തിന്റെ സാലറി കൂട്ടി വെച്ചാലും പോലും എത്തത്തില്ല. അത് ഒന്നല്ല, ഒരു 10 മടങ്ങെങ്കിലും വരും. അത്രയൊക്കെ ഓർത്തിരിക്കൂടാ കണ്ണ. അത്ര ഉണ്ടായിരുന്നേ ഞാൻ ഇവിടെ ഗെയിം മുമ്പ് ഇരിക്കൂടാ. ഒന്ന് പറയണ പണിയാ. മതോ ആണല്ലേ? ഞാൻ അണ്ണ അത് അവനെണ്ണ മോനെ ഫോൺ നമ്പർ വന്നിരുന്നു. ഓറേ പോയി. മാധവാ എനിക്ക് ആരെയും കാണുന്നില്ല. ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് ഇട്ടപ്പോഴേ തുടങ്ങിയേ. പറ. ടിവിയെ കണ്ണാപ്പിയുടെ സമ്പാദ്യം 8 എന്ത് പൈസ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനാ? ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്നേരം ക്ലോസ് ചെയ്തിട്ടുണ്ട്. 8 മിനിറ്റ് 1:10 ഇട്ടാണ്. ചോദിച്ചോട്ടെ, പൈസയാണോ? നിന്റെ പൈസ
നമ്മുടെ വീടിന്റെ കണ്ണാപ്പി. പുറകെ ഇരിക്കണ ഓ, അണ്ണാ. പുല്ല് ചെത്തി വിട്ടാ കിട്ടും. നീ പറഞ്ഞ നീ എനിക്ക് 10 ഇന്നലെ കോടി. തന്ന ഒരു ആടാ 10 അന്ന് കോടി അവര് ഇരിക്കുന്നുണ്ടല്ലോ. ചെത്തി ഇല്ല ഉപ്പിലിട്ട് ഇല്ല, ഇല്ല, ഞാൻ കൊടുത്തണ്ട നമ്മള് കൊടുത്തണ്ട കൊടുക്കും. ഇന്നലെ എനിക്ക് തന്നിരുന്ന ആ പൈസ വേണ്ടേ? വേണ്ട കിട്ടിയണ്ട സെറ്റാ ഇവിടത്തല്ലേ, ഇവിടത്തല്ലേ. കൊടുത്ത് ഇനി നീ ഒന്ന് പോണേ, നമുക്ക് നമ്മുടെ ടൈം സ്പേസ് വേണം. ആ, മറക്കണം 10 കോടി. കുടുംബത്തിന് സംഭവം നിങ്ങള് ബ്രേക്ക് പാർട്ടി. എന്തായാലും വേണമല്ലോ 65 റേഡിയോ കോണ്ടാക്ട് ആ ചെയ്ത് പറ എനിക്ക് വേണമായിരുന്നേ. എന്തൊക്കെയുണ്ട് കഴിക്കാൻ? നമുക്കിപ്പോ റോമനും എന്തൊരു പാറ്റേൺ കണ്ടൂടെ? അതെല്ലാം 5 എനിക്കൊന്നും കണ്ടുള്ള മക്കളെ. എക്സ്റ്റൻഡ് ടെക്സ്ചർ അത് വരും അത് വരും. രണ്ടും 5 അല്ല, വെച്ചോ അല്ല, അല്ല എല്ലാവർക്കും കൂടെ 5 5 5 20 എണ്ണ 20 ആണോ? വെയിറ്റ് ഇപ്പൊ കാണാന്ന് പറയണേ. ഇപ്പൊ കാണോ? റിഫ്രഷ് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കേറിയാൽ മതി കാണാം. ബില്ലിയണ്ട് കണ്ണാപ്പി. അല്ല ഈ 10 കോടി ഇൻക്ലൂഡ് വരത്തില്ല, ഫുഡ് ഇൻക്ലൂഡ് വരത്തില്ല. അല്ല ഷോപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്ത് പറയണ മാധവ? മാധവ ഒരുപാട്. മാധവാന്ന് വിളിച്ച വായം കൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കില്ല. ഓ തരാം ആ ലോറ വാ എനിക്ക് അണ്ണാ ഈ കഫേയിൽ നിനക്ക് ഓടിച്ചാടി നടക്കാം. Shall we have a dance? ഓടിച്ചാടി നടക്കാനാണ് പ്ലേ ഗ്രൗണ്ടിൽ പോയപ്പോ ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് Shall we have a dance? നോ കാര്യം പറഞ്ഞിട്ട് നമുക്ക് പിരിയാൻ കണ്ണ വെറുതെ വെച്ച് താമസിപ്പിച്ച് വലിച്ചു നീട്ടി ഇങ്ങനെ Accept it. 15 എണ്ണോ? അയ്യോ ചത്തി. എന്ന് EMS നെ വിളിക്കൂ. കണ്ണ വേണ്ട. കിട്ടിയില്ല. അവിടെ നില്ലേ, ഞാൻ ഇട്ട് തരാം. Sorry. എല്ലാവർക്കും പറ മഞ്ജു. ഇങ്ങനെ നീങ്ങിയില്ലേ? ലോറ പിന്നെ കുറച്ച് പ്രശ്നക്കാരനാ. പറ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? എന്തൊക്കെ ഹേർട്ട് ചെയ്താലും സ്റ്റിൽ ഐ ലവ് യു. നമസ്കാരം. നമസ്കാരം. ആയിക്കോട്ടെ, സോറി. കേട്ടിട്ടുണ്ട്. കുഴപ്പമില്ല. എനിക്ക് ദേഷ്യം അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിന്നെ കേട്ടിരിക്കുന്നു. വേറെ ലോകമില്ല. എനിക്ക് നിന്നെ അത്ര അഹങ്കാരിതൊന്നും അല്ലായിരുന്നല്ലോടി. 5 മിനിറ്റ് കഴിയുമ്പോ നീ അങ്ങ് ലീഫ്റ്റിന്നായിരുന്നല്ലോടി പറഞ്ഞ. എന്നിട്ട് എന്ത് പറ്റി? സത്യം പറയല്ലോ, ഒന്ന് സംസാരിക്കാനുള്ള സമയം തരുമോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സംസാരിച്ചൊന്ന് ബ്രേക്കപ്പ് ആക്കാനുള്ള ടൈമെങ്കിലും നീ ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ, ആ ഫ്ലോ പോവും. വാറ്റണ്ണ ബ്രേക്കപ്പ് അവള് പറയുമല്ലേ. വാറ്റണ്ണ അവള് പറയുമല്ലേ 5 മിനിറ്റ് ഞാൻ നിന്റെ ചെറുക്കനെ ഇട്ടിട്ട് ഇപ്പൊ പോകുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അരമണിക്കൂർ ഏത് ഉള്ളിൽ കയറി ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന ഒരു ഡാൻസ് എല്ലാ ബ്രേക്കപ്പ് കരഞ്ഞ് അതെ മാറ്റണം. എല്ലാ ബ്രേക്കപ്പ് കരഞ്ഞ് പിറക്കി എന്താ കുറ്റം പറഞ്ഞ് അങ്ങനെ പിരിയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലത് പറഞ്ഞിട്ട് പിരിയാൻ പറ്റും. അല്ല നല്ലത് പറഞ്ഞിട്ട് ചേരുന്നവരാണ് സ്ട്രോങ് അല്ലേ വാറ്റണ്ണ? 4 മാസത്തിൽ 100 വട്ടം ബ്രേക്കപ്പ് പറഞ്ഞവൾ എങ്ങനെ ചേരാനാണ് കണ്ണാ? 4 മാസത്തില് 100 വട്ടം ബ്രേക്കപ്പ് പറഞ്ഞതിൽ 99 പറഞ്ഞത് ഇവനാ. അത് ഓർമ്മ വേണേ. കയ്യിരിപ്പിന് ഇവരെ കൊടുത്തോണ്ട് വരും ആരെങ്കിലും. അത് വന്നതല്ലേ വാറ്റണ്ണ, കേറി വിളിക്കോ? നീ അത് അല്ല ലോറ അല്ലടാ അവരുണ്ടല്ലോ ഷൗട്ട് ഇട്ടിട്ട് പറയാൻ ഉൾപ്പെടാ. ബ്രേക്കപ്പ് ആക്കത്തില്ല. നീ എന്താ ഞാൻ ബ്രേക്കപ്പ് ആക്കില്ല. എന്താണ് എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ എപ്പോഴെങ്കിലും പറ്റുമോ? ഈ കഴിഞ്ഞാൽ 4ന്റെ അന്നോട്ട് ഇവ വരുന്നുണ്ട് എപ്പോഴും കൂടെ പോലെ. ഇത്ര നേരം ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് ഞാനില്ലാണ്ട് ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോ നീ ബ്രേക്കപ്പ് കഥയല്ലേ പറഞ്ഞോണ്ടിരുന്നത്? അല്ലാണ്ട് അവനോട് സ്നേഹത്തോടെ ഒന്നും അല്ല സംസാരിച്ചേ. ഞാൻ അവനോട് പറഞ്ഞോടാ, നീ അറിയുന്നതിന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ. ഇതുപോലെ കാരണം അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ഞാൻ അവനോട് കുതിട്ടേക്കും ഇപ്പൊ തന്നെ ഓക്കെ ഓക്കെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ട് പോ. ആ ഓക്കെ ലോറ വേറൊന്നുമില്ല ലോറ. എന്താ പറയാനുള്ളത്, നമ്മളിത് മുമ്പോട്ട് കൊണ്ടുവന്നു നല്ല രീതി. ഇനി ഒരു വഴക്കുമില്ല, അടിയില്ല, ഒന്നുമില്ല. നമ്മൾ കിടിലുമായിട്ട് റിലേഷൻ മുന്നോട്ട് കൊണ്ടുവന്നു. ഇത് നിന്റെ തീരുമാനം. ഞാൻ എന്റെ തീരുമാനം പറയാം. എനിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്കൊരു ബ്രേക്ക് അല്ലെങ്കിൽ എനിക്കിത് പെട്ടെന്ന് എനിക്കിനി ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോറ എനിക്കത് പറ്റത്തില്ല.
അങ്ങനെയാണെ ഞാൻ മുതുക്കി എന്നെ ഒരു ഭ്രാന്തനെ പോലൊക്കെ നീ കാണേണ്ടി വരും. എനിക്കതൊന്നും അറിയത്തില്ല കണ്ണ. എന്തായാലും മാറ്റണ്ട നാളത്തെ ഒരു മാറ്റണ്ട, ഇവള് പോവാന്ന് പറയുന്നത് മാറ്റണ്ട, എന്നെ ഇട്ടേച്ച് മാറ്റണമെന്ന് സംസാരിക്കും മാറ്റണ്ട. അണ്ണൻ പറഞ്ഞാലേ കേക്കത്തുള്ളൂ അണ്ണ എന്തോ ബ്രേക്ക് ഒക്കെ എടുത്ത റിലേഷൻ ഒക്കെ പോവണ്ണ. മക്കളെ പെട്ടെന്ന് ഒരു കാര്യം ചിന്തിച്ച് ഇതാക്കല്ലേ മക്കളെ. അതെ ഇവള് എല്ലാം ഇവളെല്ലാം എടുത്തു ചാടിയാ മാറ്റണ ചെയ്യുന്നത്. ഇതാണ് മാറ്റണ പറ്റത്തില്ല ലോറ. എനിക്ക് മക്കളെ അവൻ കിടന്ന ആലപ്പുറയെ ഓരോ കാര്യങ്ങൾ കാണിക്കുമെങ്കിലും അവനെ പോലെ ഒരു നല്ലൊരു ചെറുക്കനെ മാറ്റണ. നിങ്ങൾ പോലും എന്നോട് മിണ്ട വന്നപ്പോ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? മാറിപ്പോടാന്നല്ലേ പറഞ്ഞേ. ഒരാൾക്കാരെ ഞാൻ അധികം അടുപ്പിക്കില്ല. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മാത്രമേ ഞാൻ എപ്പോഴും നടക്കത്തുള്ളൂ. നിങ്ങൾ എനിക്ക് അറിയത്തില്ലാഞ്ഞിട്ടാലും നിങ്ങളോട് ഞാൻ അങ്ങനെ പറഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വന്ന് മിണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവൻ ഞാൻ ട്രിക്സിന്റെ കൂടെ നടക്കുന്നതിന് ഇന്ന് എന്നെ കൊണ്ടുപോയിട്ട് എന്താ ഇല്ലാത്ത അഭിനയം മൊത്തം അവിടെ അഭിനയിപ്പിച്ച് ഇവൻ. എടാ കണ്ണാപ്പി നിന്റെ ട്രോമ നീ പറഞ്ഞു കൊടുത്തിട്ടില്ലേ കൊച്ചിനടുത്ത്? അവൾക്ക് അറിഞ്ഞുകൂടണ ഇത് കാശൊന്നും. ഫാസ്റ്റില് ഒരാളെ പ്രേമിച്ച് അത് കഴിഞ്ഞ ഒരാളെ പ്രേമിച്ച് അണ്ണാ T/Escortടി അവനോടെ കിടന്ന് പിടയ്ക്കുന്നു. T/ E അടിച്ചിട്ട് /escort ESCO ബാക്കി അവിടെ ഇത് കാണിക്കും. ഇംഗ്ലീഷ് അറിയാം ഓക്കെ. മക്കളെ ഞാൻ ഒരു കാര്യം പറട്ടെ. അവൻ ആത്മാർത്ഥമായിട്ട് പണ്ടൊരു പെണ്ണെ പ്രേമിച്ചു, അത് സത്യം തന്നെ. പക്ഷെ അവള് ചെയ്തത് അല്ല അതെനിക്ക് ഓർക്കാനേ പറ്റില്ല. എന്റെ ചെറുക്കനെ ഒരു 2-3 ആഴ്ച കഴിക്കാതെ കിടന്നു. എനിക്കത് ഓർക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ലേ? അതുകൊണ്ട് മക്കളെ ആ ട്രോമ ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് സത്യമാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പറ്റി. എടാ നിന്റെ കണ്ണാപ്പി ഞാൻ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ മറക്കണം. ഇനി അങ്ങനെ സംശയ രീതിയിലൊന്നും ആരും നോക്കരുത്, മനസ്സിലല്ലേ ലോറ? ഒന്ന് നീ പറഞ്ഞേ, ഇനി ഞാൻ സംശയിക്കുന്നത് പറഞ്ഞേ. ഇല്ല ഇനി ഞാൻ സംശയിക്കില്ല. അന്നത്തെ ഒരു ട്രോമയിൽ സംശയിക്കില്ല. ഇല്ല ഇനി ഉണ്ടാവത്തില്ല ലോറ, ഇനി ഉണ്ടാവത്തില്ല. ഒക്കെ തമാശയായിട്ടാണ് എടുത്തത്. ഞാൻ എല്ലാരും തമാശയായിട്ടാണ് എടുത്തത്. നീ മാത്രമാണ് എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നത്. എന്താണ് ലോറ എല്ലാം സീരിയസ് ആയിട്ട്? ഞാൻ സീരിയസ് ആക്കി എടുത്തോണ്ടല്ല പറഞ്ഞേ. ലൈഫിലെല്ലാം അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കല്ലേ ലോറ? സാറേ പുറത്തോണ്ട് എടുത്തിട്ട് അവിടെ തന്നെ ഇട്ടേക്കും, ഇതിനകത്തോട്ട് വിടാതെ. അയ്യോ സമാധാനം പോയി. എടാ കൊല്ലല്ലേ അവളെ, കൊല്ലല്ലേ ഡിലേ ആവും. ലോറ പോലെ അവള് ഇടിക്കത്തില്ല, അവ ഇടിക്കത്തില്ല. ഞാൻ എന്റെ വാക്കാ ഇടിക്കത്തില്ല. എന്റെ വാക്കാ വാ. നാണമില്ലാത്തവൻ കൂട്ടുകാരനെ കൊന്നിട്ട് അവളോട് കൊഞ്ചി കൊഴിഞ്ഞോണ്ടിരിക്കുന്നു. നിന്നെ പോലെയുള്ള ഒരുത്തിനേക്കാൾ ഭേദാടി ഞാൻ. എനിക്ക് വേണ്ട. ഞാൻ സീരിയസ് നിർത്തി പോടി. നീ ആര്? രമ്പയാടി. പോലെ എന്താണ് ലോറ രമ്പ പോയ എന്റെ കണ്ണനിഞ്ഞ് ജീവിതത്തിൽ പെണ്ണ് കിട്ടൂലല്ലോ. കണ്ണാ തുറന്നുവിട്. ഞാൻ സഹിക്കുന്നുണ്ട്, ഗോബോയുടെ സഹിക്കുന്നുണ്ട്, ചന്ദ്രന്റെ സഹിക്കുന്നുണ്ട്, ജോക്കറിന്റെ സഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ചെറിയ വഴക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. സഹിക്കുന്നത് എന്തിനാ? നീ ഇതൊക്കെ കൂടെ പറഞ്ഞ അണ്ണു കണ്ടു. ഇത് അണ്ണുവിനെ സഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അണ്ണത് കിടന്നില്ലത് അണ്ണു. അത് ലോറ ഇപ്പൊ പറഞ്ഞിട്ട് അണ്ണുങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പോവാ. ഇല്ല പോലെ ലോറ പോലെ പറയുന്നേ. ഇല്ല വഴക്കൊന്നും പറഞ്ഞില്ല. എടാ വേണ്ട, ഞാൻ പോലെ ഇവിടെ നിക്കി വെയിറ്റ്. എന്തൊക്കെ പറഞ്ഞാലും നീ ഇല്ലാണ്ടില്ല. നീലാണ്ട് എനിക്ക് അപ്പിടാൻ പറ്റത്തില്ല. എന്തുവാ ഒരു കാര്യം അവള് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്ത് കരച്ചിലാണേലും
അണ്ണുവിനെയൊക്കെ സഹിച്ചു എന്ന് പറയേണ്ട അയ്യോ ആവശ്യം അങ്ങനല്ല, അതെന്ന് പറഞ്ഞാൽ അണ്ണു കഴിഞ്ഞ പ്രാവശ്യം എന്തോ പറഞ്ഞെന്നുള്ള രീതിയിൽ പറഞ്ഞ് എടാ, എടാ, ചന്ദ്രൻ എടാ, എന്തിനാ കണ്ണാപ്പി, പറഞ്ഞെന്നുള്ള രീതിയിൽ പറഞ്ഞ് കണ്ണാപ്പി. ആ MRC അപ്പാപ്പൻ. അത് തന്നെ ചെയ്ത് അത് അത് റീക്രിയേറ്റ് തന്നെ അത് തന്നെ ചെയ്തായിരുന്നു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം. ഒറ്റ മിനിറ്റ് അണ്ണു ദേവു വിളിക്കുന്നു. അണ്ണു ദേവ് വിളിക്കുന്നു. ആ ദേവക്കുട്ടി. ദേവിന്റെ അടുത്ത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കാണാൻ പറ. ഞാൻ ഇതിന് അങ്ങോട്ട് പോന്നു. ഓക്കെ അത് മോശം. പറ മക്കളെ പറയടാ. എന്തൊക്കെയാണേലും അണ്ണു ഇത് ശരിയല്ല. സഹിച്ചു എന്നൊക്കെ പറഞ്ഞ വാറ്റണ്ണനെ സഹിച്ചു എന്ന് പറഞ്ഞാൽ ശരിയായില്ല കേട്ടോ, ഭയങ്കര പാടാണ്. സഹിച്ചു എന്ന് പറഞ്ഞാൽ ശരിയായി. വാറ്റണ്ണനെ സഹിച്ച് അണ്ണുവിനെ സഹിച്ച് നമ്മളെയൊക്കെ സഹിച്ചു നിൽക്കണം എന്തിനാ? അല്ല ഇവിടെ അങ്ങനെയുള്ളൊരു പെണ്ണ് വേണ്ട. അങ്ങനെയുള്ളൊരു പെണ്ണ് വേണ്ട. കേട്ടുന്നത്. അല്ല ഇവനെന്ത് ഇവിടെ വെയിറ്റർ ആയിട്ട് കയറിയോ? പറയില്ലടാ കണ്ട. ഇവൻ പറയാണ് ആ പെണ്ണില്ലാണ്ട് ഇവന് പറ്റില്ല. അല്ലടാ കണ്ണാപ്പിയുടെ വെയിറ്റർ ആയിട്ട് കയറിയോ? കോട്ട് സൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഡേറ്റിംഗ് ആണ്. ഡേറ്റിംഗ് എടാ മാറ്റി അവന്റെ പരിവം നോക്കടാ. ഒരു പ്ലേറ്റും കൂടെ എടുത്താ വെയിറ്ററായി. എനിക്കിതിലൊന്നും പറയില്ല. പറയില്ല, അതിനെ പെണ്ണ് കുറിച്ചൊന്നും വേണ്ട. പറയാനില്ലല്ലോ. സ്ട്രിക്റ്റ് ആയി തന്നെ പറയണം. എന്റെ കണ്ണാപ്പി. ജോലി നിന്നെ കാണാനും വാസുവേ നീ ആണാണോ? മറ്റേ സാധനമില്ലേ കണ്ണാപ്പിയേ, എന്ത് പെണ്ണുങ്ങള് കൂടിയല്ലോ. നീ ഒരാണാണോ? നീ ഒരു ഷണ്ടനോ? ഇത് കേറാന്ന് മനസ്സിലാണോ? ഇതോ പെണ്ണൊക്കെ വിളിച്ചപ്പോ പോയണ്ടായിരുന്നു. കണ്ണാപ്പിയേ പോയി. ഹലോ കണ്ണാപ്പിയേ അതാ പറഞ്ഞു. നീ ഷണ്ടനോ? ഓർമ്മയുണ്ടോ മറ്റേ വീഡിയോ? ഏതാണ്ടോ വാസുവേ മറ്റേ ഓർമ്മയുണ്ട്. അല്ല ഇതെന്തോ നീ ഇവിടെ വെയിറ്റർ ആയിട്ട് കയറിയോ? അത് ഞാൻ മീറ്ററായിട്ട് കയറിയല്ലോ. ഇവിടെ സരക്കണ്ണം വന്ന് കുഞ്ഞാണ്. നാളെ നമുക്ക് പ്രൊമോഷൻ ഉണ്ട്. നാളെ പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് അണ്ണൻ നേരെ അണ്ണൻ മാത്രല്ല വേറെ പയ്യനോടുണ്ട്. നമ്മുടെ ഗോഡ് കൊമ്പൻ SRR ഒരു പയ്യനോടുണ്ട് കേട്ടാ. ഇപ്പൊ EVX ആണല്ലേ. വായിന്ന് വീണ സമയത്ത് അത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ ചോറിന്റെ ആവശ്യമില്ല. ഞാൻ എന്താണെന്ന് കേക്കുന്നുണ്ടോ? പറഞ്ഞല്ലോ പറ. ഞാൻ പറയാൻ വന്നെന്ന് പറഞ്ഞാ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ ഒറ്റ മിനിറ്റ്. എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല. നാളെ ഞങ്ങള് കേസ് ഓ അങ്ങനെ. അണ്ണു ദേവകുട്ടിയാണ്. നാളെ കേസ് മാറ്റണേ. ജൂലി ഞാൻ വന്നാ മതിയോടെ കണ്ണാ. വെയിറ്റ്. കക്കൂസി പോയി. ഹലോ ചരക്കണ്ണാ. ഹലോ മാറ്റേ ഇതെവിടുന്ന് ഹാക്ക് ചെയ്തറാ. ഒന്ന് നോക്കിയില്ല. ഇവനെ ഞാൻ ഹാക്ക് ചെയ്ത് ഇവന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. ഓ അവിടത്തെ കള്ള. എടാ നിനക്ക് അളിയാ ഗതികെട്ട അവസ്ഥയാണ്. ആളിയാ അല്ല ടൈറ്റിലുണ്ട് ട്രൈ ടു ബി RP സ്ട്രീമറിലേക്ക് ജർമ്മനി കൺവേർട്ട് ചെയ്ത്. അങ്ങനെ ഇട്ടത് അളിയാ കേറിയപ്പോ തന്നെ എനിക്ക് PL അടിച്ചിരിക്കുക. എനിക്കൊന്നും കേക്കത്തില്ല ധരിച്ചോ. അല്ല ഇത്ര ഗതികേടൊക്കെ അറിഞ്ഞില്ല അളിയാ സത്യം പറഞ്ഞു. അതന്നെ അവന്റെ പേരിട്ടപ്പോ തന്നെ എനിക്ക് ഗതികേടായി. എനിക്ക് PL അടിച്ച് ആരെയും ഒന്നും കേൾക്കുന്നില്ല. അപ്പുറത്തൊരാണ് ശവത്തിനെ പോലെ ഇരിക്കുന്നില്ലേ ആള് ചത്താ. നിന്നേടാ അല്ല നിന്നെയല്ല ജോക്കിയില്ല. അപ്പുറത്ത് അണ്ണി വിളിച്ചിട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോ. ഞാൻ സംസാരിക്കാം. നീ കൊണ്ടുപോ. വാടക ഉണ്ടല്ലോടാ റൂം റെന്റ്. നീ അങ്ങോട്ട് പോയാണ്. എനിക്ക് സ്ട്രൈറ്റ് ആയി എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അതെന്ത് പറ്റാത്ത എന്താണത്? പറ്റാത്ത എന്റെ അച്ഛൻ സരക്കിന്റെ സൂട്ടറാ. നീ ഇങ്ങ് വന്നല്ലേ?
ജോക്കിയൊക്കെ വലിയ ആളായി. നീ എപ്പോഴാ പോകുന്നെ? ഞാൻ നാളെ രാവിലെ ഫ്രണ്ടിന്റെ അവിടെ നിന്ന് പോകാന്ന് വിചാരിച്ചു. എനിക്കും ഉണ്ടല്ലോ അണ്ണോ നാളെ. ജോക്കിയുടെ കപ്പളാണോ മറ്റേത് റിജക്ട് സാധനം പൈസ കൊടുത്ത് മേടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ജോക്കി അത് കപ്പളാണോ? ജോക്കിയുടെ കപ്പളാണോ ഏതാ ഇപ്പൊ അവിടെ വന്നത്? അളി എനിക്ക് കപ്പിളില്ല. ആരും മനസ്സിലായില്ലേ ഇത്? അത് അപ്പൊ അടിയാൻ കഴിഞ്ഞ് നിൽക്കുക. 24 മണിക്കൂർ ഇതിനകത്ത് ഒന്നും കൊണ്ടുപോകേണ്ട അടുത്ത് 24 മണിക്കൂർ ഇതിനകത്ത് അളിയാ, അതിനകത്ത് പെറ്റ് എടുക്കൂലേ? പോലും ഇല്ല ഇത്ര. ഇവനാള് കുടുമുട്ടോ ഒന്ന് കൊണ്ടുപോയിട്ട് അടുത്തോട്ട് അല്ല ഒന്ന് കൊണ്ടുപോകാനായിട്ടെ അങ്ങോട്ട് 2 വർത്താനം പറയാൻ. ഇന്നലെ ഞാൻ ജീവിതം മുഴുവൻ ഇതിന്റെ അകത്ത് തന്നെ, ഇതിന്റെ അകത്ത് തന്നെ ജീവിതം. ഇതിന്റെ അകത്ത് തന്നെയല്ലേ കണ്ടേഷന്റെ കൂടെയാണോ നീ വിളിക്കുന്നേ? ജീവിക്കണ്ടേ? സരക്കെ ഈ കഴിവേറി എന്റെ PS5 വാങ്ങിച്ചോണ്ടിട്ട് കൊണ്ട് വിറ്റെന്നടാ. വിറ്റ് ഇപ്പം ബാറില് പൊലാടി ഞാൻ എന്ത് കഷ്ടപ്പെട്ട് കൊടുത്ത 6000 രൂപ എന്റെ മേടിച്ചിട്ടാണല്ലടാ നീ കൊണ്ട് മേടിച്ചോണ്ട് വിറ്റല്ലേ. അതായത് പ്രത്യേക സാഹചര്യത്തിൽ പൈസക്ക് ഒരു ആവശ്യം വന്നെ. വിളിക്കാം നിന്നെ കേട്ടാടാ. സരക്കെ ഇത് ഇത് എന്താ പറയാറ് ഇതിനൊക്കെ ഞാൻ എന്റെ പൈസ പൊട്ടി. നിന്നെ ഞാൻ ആദ്യമേ നീ നാട്ടിൽ വന്ന ആദ്യം കാണുന്ന മണിയാ നിന്നെ ആയിരിക്കും. പിടിയില്ല. മണി വാ, എന്തോ നീ പറഞ്ഞു? നീ ക്ലിയർ ചെയ്തോ? കഴിഞ്ഞോ? എടാ കണ്ണായിട്ട് അവളെന്തിയടാ? അവളുടെ പാട്ടിന് പോയി. സിറ്റിന്നേ പോയി. അവള് ഫോണേ എടുക്കുന്നില്ല. ഇതിനടാ ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കുന്ന? എടുക്കാത്ത പിന്നെ വിളിക്കല്ലേ ഇങ്ങനെടന്ന് വിലയാളല്ലേ? ശരിയാണല്ലേ? അവൻ പോയി ലെഫ്റ്റ് സെർവറാ എക്സിറ്റ് ചെയ്യാൻ. ഞാനും പോവാ. അവന് നല്ല feel മണിയോ ഞാൻ ഇറങ്ങുവാ അണ്ണോ. ഞാൻ ഒന്നോളം കള്ളൻ ജോണി മമ്മൻ ഇങ്ങ് വന്നേ. കള്ള ഇങ്ങ് വന്നേ. മണിയോ 2 കോടി. മണി ഇതെന്താ അടുത്തിട്ടില്ലെങ്കിൽ? അല്ലല്ല ഒന്നുകൂടെ വേറെ. ഹലോ എന്നാ ഞാനേ എനിക്ക് പറയാനുള്ള ഞാൻ മെസ്സേജ് ഞാൻ കണ്ട് ബ്രേക്ക് ഒന്നും വേണ്ട. നമുക്ക് വേറൊരു ദിവസം ഞാൻ നീട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാം, എന്നിട്ട് ബ്രേക്ക് എടുക്കാം. ഓക്കെ? മണിയില്ലാതെ ഞാൻ ഒരു ദിവസം വരാം, ഒളിച്ചും പാത്തും. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. ഇതങ്ങനെ തീരുമാനം പറ്റത്തില്ല. ആലോചിക്കാം. ഞാൻ എല്ലാം വരാവേ. ആടാ മണിയില്ലാത്തോ പെണ്ണും പോയി. ഇങ്ങോട്ട് വന്നേടാ നീ ഫ്രെയിം. നീ അല്ലടാ ഫ്രെയിം നീ. ഹലോ എടാ ബോബോയോട് സോറി പറയണേ, ഞാൻ കൊന്നേനെ. അയ്യേ അതൊന്നും സീനൊന്നും ഇല്ല. നീ അവരെല്ലാം നിന്നെ മനസ്സിലായ ഒരു സിസ്റ്ററായിട്ടാണെന്ന്. നീ ഇങ്ങനെ എന്നെ ഇട്ടേച്ചൊക്കെ പോവാന്ന് പറയുമ്പോഴത്തേക്ക് അവര് സഹിക്കുവോടി. അതെനിക്കറിയാം. പെങ്ങക്ക് വയറ് നിറച്ച വന്നായിരുന്നു കുറച്ചു മുന്നേ. ആർക്ക്? അവര് എന്തൊക്കെ പറഞ്ഞ് നിന്നെ പറഞ്ഞ അവര് എന്ത് പറഞ്ഞ്? ഉള്ള ജീവനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കി. ഈ നാറികളോടൊക്കെ പ്രേമിച്ച് കിടക്കാതെ ഉള്ള കാര്യം ഞാൻ പറയാം. രക്ഷപ്പെടാൻ നോക്കി ജീവനെ കൊണ്ട് വെക്കോ? അത് ശരി. അപ്പൊ ലോറ ഒരു കാര്യം ചെയ്യാ, നമുക്ക് ബ്രേക്ക് ഒന്നും വേണ്ട. നമ്മളിനി പഴയ പോലെ തന്നെ മുമ്പോട്ട് വന്നു. ഇനി ഞാൻ പറയാം, ഇനി ഒരു കാര്യം പിന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ലോറ. എന്റെ അടുത്ത് ഇനി സംശയം കാണിക്കരുത്. ഞാൻ നിന്റെ അടുത്ത് ഒരു സംശയം കാണിക്കത്തില്ല. ഞാൻ ഒരു പെണ്ണിന്റെ അടുത്തും കറങ്ങാനൊന്നും പോകത്തില്ല. ഓക്കെ? ഓക്കെ സെറ്റ്. അപ്പം ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ. നമ്മൾ പുതിയ ലൈഫായിട്ട് 4 മാസത്തിന് ശേഷം തുടങ്ങുവാണ്. ടേക്ക് കെയർ കേട്ടോ. ലവ് യു. ലവ് യു ടു. ശരി. പാവം ചോദിച്ചടാ. എങ്ങനെയാ ഇന്ന് നാളെയാണോ വരുന്നേ? നാളെ വരുന്നേ. എടാ ഞാൻ കാണൂല്ലേ? നീ കാണൂല്ലേ? നോക്കട്ടെ, ഞാൻ രാവിലെ പറയാം. ഉണ്ടെങ്കി പറയട്ടെ, ഇല്ല ടിക്കറ്റ് മറിച്ചു വയ്ക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നോക്കണേടാ. ഏത്? വിളിച്ചില്ലായിരുന്നോ?
അത് ഞാനിപ്പോ നോക്കിട്ട് പറഞ്ഞേ ലൈവ് നോക്കിട്ട് വരാം. ഞാൻ നിർത്തിയിട്ടൊന്ന് പറഞ്ഞിട്ട് കിടക്കണേ. ഓക്കെ സെറ്റ്.